സുകന്യേ. ഓ ഒരു മോങ്ങല് അല്ലേ? എന്ത് സുകന്യ കൊടുക്ക സുകന്യ, സ്വത്തല്ലേ. അത്യാവശ്യം കൊണ്ടല്ലേ അത്. പിന്നെ കുട്ടികളെ, ചെറിയ കുട്ടികളെ എപ്പോഴല്ലേ നമ്മൾ കൊഞ്ചിക്കുക. അപ്പൊ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ ഒരാള് നീച്ചിട്ട് എന്ന് പറയണില്ല. കുട്ടീനെ നാണം കെടുത്തണ്ട നിങ്ങളൊന്ന്. പാവം എന്റെ കുട്ടിക്ക് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. രാവിലെ ഞങ്ങള് ഓരോ നല്ല മധുരല്ലേ അല്ലേ? എന്റെ പൊന്നുശയില്ലേ. ഒന്നും കൂടി പറയുമ്പോഴേക്കും അവൻ ഒന്നും കൂടി സങ്കടം കൂടുകയാണ് അല്ലേ? എല്ലാരും കാണും കുഞ്ഞുണ്ണിയെ. ഇനി എങ്ങനെയാണ് നേരം വിളിച്ചാൻ പോകുന്നുള്ളത്. അയ്യേ നല്ല കുട്ടിയാവേ. പൊട്ടുകടലിട്ടിട്ടില്ലേ ചമ്മന്തി അരച്ച സൂപ്പറല്ലേ? ചമ്മന്തി അരക്കാനാണ്. അപ്പൊ ചട്നി അല്ല, ചമ്മന്തി അവിടെ, ചട്നി ഇവിടെ, ഇഡ്ലി എവിടെ? ഇവിടെ പൊടിയുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എല്ലാം ഉണ്ട്. കുഞ്ഞുണ്ണിക്ക് ചായ കൊടുക്ക്. ഇക്കൊന്നും വേണ്ട. കരച്ചിൽ മാറ്റി. അത് എണീറ്റ് വരുമ്പോഴേക്ക് കയ്യിൽ വരുമ്പോഴേക്കും ഇങ്ങോട്ട് വേണം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു? ചായ വെച്ചിട്ട് ഒരാളത്ത് കൈ പിടിച്ചോണ്ടിരിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ കുഞ്ഞുണ്ണീനെ ആരും കുറ്റം പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അതിനവൻ മിടുക്കനാണല്ലോ. അവന് ബിസ്ക്കറ്റ് വേണ്ടി വരും കേട്ടോ, അത് നിർബന്ധ. എനിക്ക് ബിസ്ക്കറ്റും ഇല്ല, ഒന്നും തന്നില്ല. ഈ ഉണ്ണിയപ്പം തന്നോന്നല്ലേ? തന്നോ? എവിടുന്ന ഉണ്ണിയപ്പം കിട്ടിയെന്നല്ലേ? അമ്മമ്മ വീട്ടിൽ നിന്ന് കൊണ്ടിട്ട് തന്നോ? ഞാൻ വാവേ, എന്റെ വാവേ, നീ എല്ലാം ഒറ്റയ്ക്ക് തിന്നോ? എനിക്ക് വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. നാളെ പൊന്നൂസിനൊന്നും കൊടുത്തില്ലേ അപ്പൊ? ഓ പൊന്നൂസ് വരുന്നില്ലേ ഒപ്പം? ഓ ഉണ്ട്. ഒന്നും ചോദിക്കാറേ ഇല്ല. പൊട്ടിട്ടില്ലേ? എന്റെ അമ്മ ഇവിടെയാണേ. അമ്മ നാട്ടിൽ നട്ടിട്ട് ഞാനും അതേപോലെ ചെയ്യാന്ന് വെച്ചാൽ എന്താ രണ്ടെണ്ണം കൊടുക്കാവനെ. നമ്മുടെ സ്വർണ്ണം അവന്റെ കയ്യിൽ കൊടുത്താ ഇന്ന വേണ്ട തിന്നോട്ടെ. ഇത് വേണ്ട, ഇന്ന് കരച്ചിലാണ്. കുറച്ചു നേരം കഴിഞ്ഞാൽ ശരിയാവുന്ന. അവൻ നല്ല കുട്ടിയായിരുന്നല്ലോ ഇന്നലെയും കൂടി. മാറാൻ വെള്ളം പോലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാറില്ല. അവൾക്ക് പൊടി വേണ്ടാന്ന്. പൊടി ഉണ്ടല്ലോ, പോണ്ടോ? ഒരു കവറിലിട്ട് കെട്ട്, ഇങ്ങനെ കൊണ്ടുപോണ്ട. ആ കവറും കൂടെ തന്നെ കൊണ്ടുവന്നാൽ മതി. എന്താ ചട്നി ഇവിടെ തോനരച്ച് കഴിഞ്ഞല്ലേ ആർക്കും വേണ്ട. ഇല്ലെങ്കിലോ തേങ്ങ പേരിനേ ഉള്ളൂ. അത്ര തന്നെ പറ്റിപ്പോ. തേങ്ങല്ലെങ്കിൽ എന്താ ചെയ്യുന്നു? എന്നിട്ട് ഇത് കഴിച്ചിട്ട് പോ. ആവേ കുട്ടി പോയിട്ട് കുളിച്ചതിന്. കുട്ടി പോയി കുളിച്ചാ? അതേ ചായേ അപ്പൊ ഇഡ്ഡലി വേണ്ടേ? ചായ കഴിക്ക്. ബിസ്ക്കറ്റ് കഴിക്കാത്തിട്ട് നേരെ വിളിച്ചാകുമ്പോ കുട്ടിപ്പിക്കല്ലേ.
ചായ കുടിക്കൂട്ടി കഴിക്ക് രാവിലെ ഇങ്ങനെ പോവല്ലേ. ഒരു മിനിസം കഴിക്കടാ അമ്മു കുട്ടി കുളിക്കില്ലേ? ഓടിപ്പോയി കുളിച്ചാ? ചായ കുടിച്ചോ? ഇതും കൂടി ഈ ഒരു വായത്തർക്ക് അടുത്ത കൊല്ലം ഡിഗ്രിക്കാ പോണത്. അപ്പക്ക് നിന്റെ തുണി അടിക്കാൻ പോയപ്പോ അവരെന്താ പറഞ്ഞത് തിന്നണം, നല്ല ഭക്ഷണം കഴിക്കുന്നു. നീച്ച കുഞ്ഞുണ്ണിയെ കുട്ടി പോയി വലിയ കുളിച്ചതിന് വേഗം. രാവിലെ അല്ലേ തല തിരിയ സുഖം രണ്ടെണ്ണം മതി. തോന്നുന്നു. 5-6 എടുത്തിട് അച്ചോ. ഈ 2 തന്നിട്ട് എന്താ അതിനകത്ത് ചമ്മന്തി ഒക്കെ അതിൽ തന്നെ 2 തരം ചമ്മന്തി ഉണ്ട്. ഒരു ചുവപ്പ് ചമ്മന്തി, ഒരു ഓറഞ്ച് ചമ്മന്തി. പെരകി അച്ചു കയ്യിലുള്ള കാണിച്ചു കൊടുക്ക. അച്ചുട്ടി കണ്ണു കെട്ടാതിരിക്കാൻ വേണ്ടിട്ട് അത്ര കണ്ടോ? ഞാൻ വെറുതെ കണ്ടാ നല്ല രസമുണ്ടല്ലേ ഇത്. അവളില്ലേ തെരഞ്ഞു കണ്ടുപിടിച്ചത്. അത് കണ്ടപ്പോ അതാ അവിടെ ചമ്മന്തി. ചൈന ചട്ടിയിലുണ്ട് മേമ്മടെ ചമ്മന്തി ഇതായിരിക്കും. തലതിരിയ എവിടെ പോയിട്ട് കിടക്കണം? തല തിരിയുമ്പോ കുറച്ച് കഴിഞ്ഞാൽ ശരിയാ. രാവിലെ തന്നെ എന്താ തലയിലിന്? അപ്പൊ അതാണ് തല ഉണ്ട് എന്ന് അറിയണത് അല്ലേ ലച്ചു? ആർക്കറിയണ? എനക്കറിയണ? പൊട്ടിച്ചിട്ട് കൊടുക്ക് 2 കഷ്ണമായിട്ട്. എന്നാ പിന്നെ കഴിക്കാൻ സുഖല്ലേ. കുഞ്ഞിനോ? എന്റെ കുട്ടി എങ്ങനെയെങ്കിലൊക്കെ തിന്നട്ടെ. അതിന് കുഞ്ഞനാണ് കഴിക്കുമ്പോ അല്ലേ പഞ്ചസാര ഇട്ടിട്ട് അങ്ങുണ്ട്. ചുക്കുള്ളത് ഈ വലിയ ചെമ്പില് പൊന്നാ. പൊട്ടുകടലയും കൊണ്ട് ചട്നി അരച്ച്. ഇവർക്ക് പിന്നെ പലഹാരം ഇടയ്ക്ക് കൊണ്ടുപോകുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണെന്ന് പലഹാരം ചോറിനെക്കാട്ടിലും ചിലപ്പോൾ ഒന്നും കൂടി ചില സമയത്ത് ചോറ് പലഹാരം ഉണ്ടാക്കിയാൽ ബാക്കി വരും. മിഞ്ഞാന്ന് പലഹാരം ഉണ്ടാക്കിയിട്ട് ഒരു ഇഡ്ഡലി തട്ട് മൊത്തം ഉണ്ടായിരുന്നു. ഒരൊറ്റ കുട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വേണ്ട അപ്പൊ ഇതന്നെ അച്ചുട്ടിക്കായിരുന്നു കേട്ടോ കുറച്ചൊക്കെ ഒരു പലഹാരത്തിനോട് താല്പര്യം. ഇപ്പൊ അച്ചുട്ടിക്ക് പലഹാരത്തിനോട് താല്പര്യമില്ല. ഇപ്പൊ അച്ചുട്ടിക്ക് എന്താ ഇഷ്ടം എന്നറിയോ? നല്ല ചൂടുള്ള ചോറും മീൻ വറുത്തതോ സോയാബീനോ കറി വേണ്ട. അതുകൊണ്ട് കണ്ടോ തടി കൂടി വന്നിട്ട് നമുക്ക് കട്ടിലയും കൂടി പിന്നെ അത് മാത്രല്ല അതാ വെയിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കുറേ തുണികൾ ഉണങ്ങി കിട്ടാണ്ട് കേട്ടോ. ഇന്നലെ ഇതൊക്കെ മൂടിക്കെട്ടി കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയെന്നല്ലേ. എന്താണെന്നറിയില്ല, തലയ്ക്കൊരു കരം പോലെ. ഉറക്കം ശരിയാവേണ്ട എന്തോ അങ്ങനെ ആവാനും മതി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാണാം? പോയി വലിയ ബസ്സല്ലേ? ഇവിടെ ഒരു കാര്യം എന്താ വെച്ചേട്ടെ. ഇവിടെ വാ, ചെരുപ്പ് ഊരിയിട്ട് വാ ഉണ്ണി. മുടി എന്തെങ്ങനെ ഇരിക്കണത് ചപ്പറ പോലെ നല്ല സുന്ദരം. ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കട്ടെ. കഴിക്കാൻ തരട്ടെ? കഴിച്ചിട്ട് പോ കുഞ്ഞു. ഇഡ്ഡലി നിനക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇഡ്ഡലി വേണമെന്നല്ലേ? ബാ കഴിച്ചിട്ട് പോടാ. ഏട്ടാ അവിടെ ഇരിക്കാൻ പറ. ഇവിടെ കുഞ്ഞു അവിടെ ഫസ്റ്റ് നീ എന്നെ കിച്ചോട്ടനെ തീർത്തില്ല വലിയമ്മ. ബാ ഞാൻ കയറ്റി വിടാ.
ഇവിടെ വാ, കഴിച്ചിട്ട് പോ. ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ബസ്സിൽ കയറിപ്പോ ഫസ്റ്റ് സീറ്റ് കിട്ടിയിട്ട് എന്താവാനാണ്? തലേ ചീന്താത്ത ആളാണ്. സ്വത്താണ് മുത്താണ് കുഞ്ഞനാണ് അല്ലേ കുഞ്ഞ? സ്വത്തള്ളേ മുത്തള്ളേ. പാവട്ടൊന്നല്ലേ നിങ്ങൾ ഇത് കൊണ്ടുവന്നില്ലേ? എന്താണെന്നറിയോ, കിച്ചുവിനെയും കൊണ്ട് ആശുപത്രി പോയിട്ടോ. കിച്ചുവിൻ്റെ കാലിലെ മുറി ചെറുതായിട്ടൊരു പഴുപ്പ്. അപ്പോൾ ആശുപത്രി പോയപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇഡ്ഡലി കഴിക്കാൻ കയറി. ഈ കുട്ടികൾക്ക് എന്താണെന്നറിയോ, ഇഡ്ഡലി വേണ്ടാറിയാണ്. ഈ അനിയേട്ടൻ പുറത്ത് പോയ ഇഡ്ഡലി തന്നെ വാങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഇതാ തക്കാളി ചമ്മന്തിയാണ്. ഇതാ ഏട്ടാ നീ കഴിച്ചു നോക്ക്. അതാരെ വരുന്ന നോക്കി. തക്കാളി ആളല്ലേ നമ്മുടെ പൊന്നെ, കഴിച്ചു നോക്ക്. ഉണ്ടോ ഇപ്പൊ മനസ്സിലായില്ലേ? എന്താ രുചി. ചമ്മന്തിയാണ്. ചെക്കന് മീശ വരും. അതുകൊണ്ടാണ് എരിഞ്ഞിട്ട് അത്ര കുമ്പിട്ട് സൂര്യ ഒരു ഇഡ്ഡലി വായില്ല ചിപ്പിളിക്ക്. അതെ, അവർക്ക് അത് കഴിച്ചിട്ട് കൂട്ടിട്ട് കഴിച്ച് മര്യാദക്ക് കഴിച്ചിട്ട് പൊക്കോ. നീ മര്യാദക്ക് കണ്ടോ, അച്ഛൻ തലമുടിയൊക്കെ ചീതി കൊടുത്തിട്ട് നല്ല സുന്ദരനാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കടാ. ഇന്നലെ മലമ്പാമ്പിനെ കണ്ടു വലിയമ്മ അവിടെ നിന്ന്. മലമ്പാമ്പിൻ്റെ മേത്തു കൂടെ കറുപ്പിൽ വെള്ള വെള്ള പുള്ളി. അതില്ലേ എന്താ ഇതിനെപ്പോ അപ്പൊ കാണാം. വെറുതെ അറിയാട്ടോ, മലമ്പാമ്പൊന്നുമില്ല. ചിരിക്കണോക്ക് എരിവാത്രേ. നിന്റെ അമ്മ ചമ്മന്തി അരച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല, കഴിക്കണം. മോശല്ലേ, അത് കഴിച്ചിട്ട് പോ. ഞാൻ മുക്കിയിട്ടില്ല, ഇത് അത്രയും കണ്ടോ. അവന് എരിവാണ് പറഞ്ഞിട്ട്. ഇനി ഒരു ഇഡ്ഡലിയും കൂടി തട്ടെ നോക്ക്. ചെക്കന് കാക്കപ്പുള്ളി വന്നോ നോക്കിയേക്ക്. ഇവൻ കാക്ക വിളിക്കണ കണ്ടു. നോക്ക് എൻ്റെ അടുത്ത് അംഗം വെട്ടണത്. ഒന്നുകൂടെ കഴിച്ചിട്ട് പോടാ. ഇനി കഴിക്കില്ല കേട്ടോ. അതാണ് നമ്മുടെ കിച്ചുട്ടൻ നീ വരട്ടെ. ഫസ്റ്റ് അവനാണ് കേട്ടോ. ഓർഡർ വന്നേക്കണോ? ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ കഴിച്ചില്ലല്ലോ. എന്നാ എന്താണ് ചായ മതിയെന്നാ? എന്തെങ്കിലും കൂട്ടി കഴിക്കും. ഒരു 5 എണ്ണം പൊട്ടിച്ചിട്ടോ. എണ്ണം തെറ്റിട്ടോ, അല്ലെങ്കിൽ അവിടെ അത് എണ്ണും. ആരാ റോഡിൽ കൊണ്ടുപോയിട്ട് ബാഗൊക്കെ വെച്ചിട്ടുണ്ട്? കിച്ചു റോഡില്. കിച്ചുവിന്റെ ബാഗ് അല്ലല്ലോ അത്. കറുപ്പ് മറ്റേ ബെന്റെയാണോ ഉണ്ട്. എന്താ പേര് ഇപ്പൊ പറഞ്ഞില്ലേ, അവിടെ കൊണ്ടുവയ്ക്കണ്ടല്ലേ. എന്താ പേര്? ഫസ്റ്റ് കുഞ്ഞിനാണ് കിഷോർ. നല്ല പേരല്ലേ? അതേപോലെ നല്ല പേരാട്ടോ. അതല്ലമ്മ, അതേപോലെ നല്ല പേരാണ്. ഏതെന്നറിയോ? ആദിത്യൻ. കിഷോറിന് ഇഷ്ടമുള്ള പേരാട്ടോ ആദിത്യനും ഇഷ്ടമാണ്. കാശിനാഥൻ, അത് ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയില്ല ആ പേര് അല്ലേ, കാശിന്ന്. കുറേ നോവലുകൾ ഇങ്ങനെ വായിക്കുകൊണ്ട് അതിലൊക്കെ കഥാപാത്രങ്ങളുടെ അധികം പേര് കാശിനാഥൻ, ശബരിനാഥ്, ബദ്രി അങ്ങനെയാണ്. കുഞ്ഞെന്താ പോണു? കുഞ്ഞിന്റെ ബാഗൊക്കെ തോളുണ്ട്. കുഞ്ഞൻ എരിയത്രേ. പിന്നെ എരിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ കിച്ചു ആയിട്ടില്ല, ഇനി സമയമുണ്ട്. 5 മിനിറ്റ് ഇനിയുണ്ട്. കിച്ചുവിന് വേണ്ടാത്രേ ചായ. ഒന്നെങ്കിൽ തന്നിട്ട് അത് മതി. ഒന്ന് തിന്നാലും മതി. വെറും വയറ്റില് വയറും കാണിട്ട് എത്ര നേരം ഇരിക്കും? ഇതൊക്കെ എന്താണെന്നറിയോ, നമ്മളിങ്ങനെ ഏമിക്കും കൊണ്ടാണ് കഴിക്കുകയെന്ന്. ഇത് കിട്ടാത്ത എത്രയേ മക്കളുണ്ട്. അവർക്കില്ലേ ഇതൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും. ഇവിടെ എന്ത് പറയുമ്പോഴേക്കും ചില സമയത്ത് ദേഷ്യം വരും. ചെക്കൻ എന്താ ചന്തം കണ്ട എന്റെ ഷർട്ട് ശരി കൊടുത്ത നോക്കി നോക്ക്. എന്ത് ചെക്കനെ
ഷർട്ട് ശരിയാക്കി കൊടുക്കും. അത് കഴിക്കണ കുട്ടികള് കഴിക്കല് കമ്മിയാക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കിച്ചു ഇപ്പൊ തീരെ ഭക്ഷണം കഴിക്കാതെ കേട്ടോ. അത് ഇങ്ങനെ ഇത് പറയല്ല. ഇപ്പൊ നമ്മള് കഴിക്കല് കാണിക്കണില്ല കേട്ടോ. വീഡിയോ കൂടെ വേണമെന്ന് വെച്ചാലും കുട്ടികള് കഴിക്കണ ചില ആൾക്കാർക്ക് ഒരു ഇതാ. ഇപ്പൊ അവൻ ക്ഷീണിച്ച് കാണുമ്പോ നമ്മക്ക് ഇടങ്ങാറാവാൻ തുടങ്ങിയില്ലമ്മ. തടി നല്ല 7 കിലോ കുറഞ്ഞു ഊട്ടി. എന്താ എന്നാ നമ്മളാണ് പറഞ്ഞ കുറഞ്ഞേ 7 കിലോ കുറഞ്ഞോ. ഇനി ഇവനെന്താ കൊടുക്കണേ? ഇപ്പം കഴിച്ചു. അവന് ഇഡ്ഡലി കൊടുക്കണ്ടേ? ഇഡ്ഡലി കഴിച്ചോ? വേണ്ടാത്തോണ്ട് രണ്ടെണ്ണം തന്നാ മതി കേട്ടോ. നോക്കട്ടെ. കുട്ടി കിട്ടി പാത്രത്തിലാക്കിയില്ലേ? എന്തിനാ അമ്മേനെ തല്ലണ്? പാത്രത്തിലാക്കിയില്ലേ? ഇഡ്ഡലി പാത്രത്തിലാക്കിയില്ലേ? ഈ അങ്ങോട്ടൊന്നും ചെയ്യാൻ നിക്കണ്ട എന്റെ കുട്ടീനെ. ഇതിന്റെ കുട്ടിയാ, ഇതിന്റെ ഷോർണക്കുട്ടിയാണ്. ഷോർണക്കുട്ടി വലുതായി കഴിഞ്ഞ വെച്ചാൽ തല്ലൂടാനുള്ളതാണ് അല്ലേ? അല്ലേ? വലുതായി എന്താ നോക്കാണ്ട് നമ്മളെ അതാ തലേന്ന് ഒരു പേന് കിട്ടിയിടി കണ്ടോ. വേണ്ട 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 വേണ്ട, ഇനി ആദ്യം കരയിപ്പോ. രാവിലെ ഞങ്ങള് ഒന്ന് കണ്ണൊക്കെ നീറാൻ കണ്ണ് കെട്ടുന്ന പോലെയാണെന്നോ. ഞാൻ എൻ്റെ അനിയേട്ടനെ കണ്ണ് കെട്ടുമ്മ. എൻ്റെ അനിയേട്ടനല്ല ഞങ്ങളുടെ മകൻ കണ്ണ് കെട്ടുമോ? അനിയേട്ടൻ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഒരു ജീവിതമുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇന്നെ ആരാ നോക്കുക? 4 ദിവസം ആങ്ങളമാരുടെ വീട്ടിൽ പോയി നോക്കണം. 5ാമത്തെ ദിവസം ആങ്ങളമാർ അറിയോ നിന്നെ എൻ്റെ മക്കളെ നിൽക്കി നോക്കാൻ വയ്യാട്ടോ, മെല്ലയ്ക്ക് എൻ്റെ കുടുംബം നോക്കണം പറയില്ലേ അമ്മ? കണ്ട നമ്മൾ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ എവിടെയും നമുക്ക് വില ഉള്ളൂ കേട്ടോ. നമ്മൾ എത്ര നല്ല രീതിയിൽ നിന്നിട്ടില്ലെങ്കിലും കൂടി ചില സമയത്ത് നമുക്ക് ചിലയിടത്ത് വില ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുണ്ട് നമുക്ക്. എന്താ ഞാൻ തന്നെ മെല്ലെ തേക്ക് സുകന്യ. ആ പല്ല് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തേക്കാൻ പറ്റില്ല. ഇങ്ങനെ ടൊരച്ചാലോ. സുകന്യേ, ഏട്ടൻ നിന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പല്ലേ പറഞ്ഞതാക്കുന്നില്ലേ, അത് ഏട്ടൻ നിന്നെ കളിയൊക്കെ അത്രേ. കമന്റിൽ പറയുക ഏട്ടൻ നിന്നെ കളിയാക്കി, എന്നും നിന്നെ കളിയാക്കി എന്നെ എത്ര ഏട്ടന് പണി. അതെന്തെങ്കിലും ആവട്ടെ, അതൊക്കെ പഴങ്കഥകളാണ്. അതൊക്കെ പഴങ്കഥകളാണ് അറിയാം. അല്ല പറയാ സുകന്യനെ ഒനിയേട്ടൻ കളിയാക്കിയിട്ട് അവൾക്ക് സുകന്യെ ഈ കമന്റ് കാണില്ലേന്ന്. വേറെ തിരക്കൊന്നുമില്ലേ? അതെ, സമയം പോണു. അല്ലേ ഇതില് ഇതും കൂടി ഒരു കാര്യം കൂടി പറയട്ടെ. സുകന്യെ, നമ്മള് ബിസിനസ് തുടങ്ങിയില്ലേ? ഇത് ആരുടെ പേരിലെ ബിസിനസ്? എന്നിട്ടും അതിനും ചില ആൾക്കാർ പറയണം നടക്കട്ടെ. കാര്യങ്ങൾ നടക്കണ്ടല്ലോ, ആരെന്ത് പറഞ്ഞു. പക്ഷെ നമ്മളെ അല്ല ഇങ്ങനെ കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ ഒരാളെയും കുറ്റം പറയരുത്. ഒരു കാര്യം ചെയ്യാം, അത് സത്യം. രേണു സുധിയില്ലേ, ആ സ്ത്രീ നോക്കിയൊക്കെ ക്യാൻസർ ആയിട്ടും കൂടിയും അത് ഓരോ വീഡിയോസ് ഇടുമ്പോ അതിന് എന്തൊക്കെ കമന്റുകളാ പറയണേ എൻ്റെ അമ്മോ. അപ്പൊ ഞാൻ ചിന്തിക്കുക എങ്ങനെയാണെന്നറിയോ, അവരെങ്ങനെ ജീവിച്ചോട്ടെ, അവരവരുടെ മകന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കണം. അസുഖം മാറി നല്ല രീതിയിൽ വരട്ടെ ലേട്ടാ. നമ്മളെന്തിനാ, നമ്മളെല്ലാം തികഞ്ഞവരാണോ മറ്റുള്ളവരെ കല്ലെറിയുമ്പോൾ? അത് മാത്രം നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അല്ലാത്തവരില്ലേ, നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ ആരും തെറ്റ് ചെയ്യാത്ത ആൾക്കാരാണ് എന്ന് വെച്ചാൽ നമ്മളെന്തിനാ ബൈബിള് വായിക്കുന്നത് ഏട്ടാ? നമ്മള് പള്ളിയുടെ എന്താ കുട്ടികൾക്ക് നമ്മൾ ബൈബിളൊന്നും വായിച്ചിട്ടില്ല. പക്ഷെ അത് നല്ലൊരു വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ. എല്ലാ മനുഷ്യന്മാർക്കും നല്ലതും ചീത്തയുണ്ട്. നല്ല വശങ്ങൾ മാത്രമല്ല ചീത്ത വശങ്ങളും ഉണ്ടാവും. അവരുടെ ഇടയിലും തെറ്റുകളും കുറ്റങ്ങളും പറ്റും. മനുഷ്യനല്ലേ, ക്ഷമിക്കുക, സഹിക്കുക, അതന്നെ പറ്റുള്ളൂ അല്ലേ? അപ്പോഴേ ഞാൻ നാളെ മുതൽ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് മുതലല്ല, ഇനി നാളെ മുതൽ എന്തായാലും ഇന്ന് വൈകുന്നേരം മുതൽ നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഇടണം വിചാരിച്ചു. കുറേ ദിവസമായി നമ്മുടെ കുക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സാവണില്ലേ?
ഞാൻ കുക്കിംഗ് എന്താ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ ചേനയൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചതാണ് ചിക്കനും ഒക്കെ ഇട്ടിട്ട് വെക്കാന്ന് വിചാരിച്ചത്. സത്യം പറയാ ചിക്കനും വാങ്ങണില്ല, ഇപ്പോൾ ഒന്നും വാങ്ങണില്ല, ഒന്നും പോവാനുള്ള ഒരു സമയം കിട്ടണില്ല കേട്ടോ. ഒന്നും വേണ്ട, ഞങ്ങളുടെ ഇവിടെ കുറേ അമ്പലത്തിൽ കർക്കിടക മാസം ആകുമ്പോൾ എന്താ അന്നദാനവും നമ്മൾ തൊഴുകാനൊക്കെ പോലെ. ഇപ്രാവശ്യം എവിടേക്കും പോയില്ല അല്ലേ, എവിടേക്കും നമ്മൾ പോയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 2-3 അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് വരണം. നാളെയല്ലോ വിചാരിച്ചിട്ടാണ്, നാളെ രാവിലെ നേരത്തെ അമ്പലത്തിൽ കൂടെ പോകണം. ഇനി കഴിയാറായില്ലേ, ഇനി ഓണാവാറായില്ലേ. അപ്പോൾ ഓണക്കോടിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലേ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, അതേപോലെ തന്നെ സാരികൾ വേണമെങ്കിൽ നമ്മുടെ കുഞ്ചൂസ് ഫാഷനിൽ കയറിക്കോളൂ കേട്ടോ. എന്നിട്ട് വാങ്ങിക്കോളൂ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണതിന് ഒരുപാട് നന്ദി അല്ലേ. അപ്പോൾ നാളെ കാണാം.